ചൂട് കാരണം ഇപ്പോൾ പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെച്ചെങ്കിൽ 1-2 സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ അമ്മേനെ ഞാൻ കടയിൽ നിന്ന് വിളിച്ച് വരുത്തിയിട്ട് ഞാൻ അമ്മേനെയും കൂട്ടിയിട്ട് എടപ്പാൾക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് 1-2 പാത്രങ്ങൾ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതേ മേലേക്ക് അവർ പാത്രം എടുത്ത് തരാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അവിടെ ചവിട്ടി ഇരിക്കുന്നത് കണ്ട്. ചവിട്ടി കണ്ടാൽ എനിക്ക് ഇങ്ങനെ വാങ്ങാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ നല്ല സാധനത്തിന് നല്ല വില ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവസാനം അവിടെ നിന്ന് പോന്നു. പിന്നെ അതേ ആൾ ഓവനിൽ വെക്കാനുള്ള പാത്രം എടുത്ത് തന്നത് തീരെ ചെറുതാണ് കേട്ടോ. അതിലൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ വലുത് ചോദിച്ചപ്പോൾ പിന്നെ വലുത് അവിടെ ഇല്ല. വലുത് എടുത്ത് കൊടുന്ന് അതിൻ്റെ നേരെ അടുത്ത സൈസേ ഉള്ളൂ. കുറച്ചും കൂടി വലുത് വേണമായിരുന്നു എനിക്ക്. അപ്പോൾ അത് അവിടെ ഇല്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വെറുതെ വന്നതല്ലേ, അപ്പോൾ ഞാനിങ്ങനെ വെറുതെ നോക്കിയപ്പോൾ ഈ ഒരു സംഭവം കണ്ടു കേട്ടോ. പിന്നെ അതാ ഞാനിങ്ങനെ ഈ സാധനം വാങ്ങാൻ വേണ്ടി നോക്കിയിട്ട് സ്റ്റീലിൻ്റെ അത് അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ആവിയിൽ അങ്ങനത്തെ സാധനം റേറ്റ് കുറവിന് കിട്ടും. അങ്ങനെ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ എത്രയോ 140 അങ്ങനെയൊക്കെ എത്രയോ രൂപയ്ക്ക് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ആരിന് ടാബിൻ്റെ കവറ് മാറ്റാണ്ടായിരുന്നു. അത് കുറേ ദിവസമായി അവൻ പറയാൻ തുടങ്ങിയിട്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ മടിച്ചിരിക്കണ കാരണം വന്നിട്ടുണ്ടായിരുന്നില്ല വാങ്ങാൻ വേണ്ടിയിട്ട്. ടാബിൻ്റെ കവറ് പൊട്ടിയിട്ട് 2 സൈഡും പൊട്ടിയിട്ട് ടാബ് താഴത്തോട്ട് വീഴുകയാണ്. അതിനും ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ സേമോളത് അതിൻ്റെ പരിപ്പെടുക്കും. അപ്പോൾ ഞാൻ അത് കൊടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേ അവിടെ ഒരു പർപ്പിളിൻ്റെ ഷോറൂം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് 1-2 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ അതാ സേമോൾ അവിടെ അവരിങ്ങനെ മേക്കപ്പ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അതെ ഇല്ലേ എന്നാ പോവാ നമുക്ക് പോവാ ഇറങ്ങിക്കോല്ലേ ഇറങ്ങിക്കോ ഞങ്ങള് പോവാ. ഈ വരുന്നുണ്ടാ ഈ പോരെ ആരും പോരെ നമുക്ക് പോവാ. ടാറ്റാ. ടാറ്റാ. ഈ വരുന്നില്ലേ? കുട്ടി മേക്കപ്പ് ചെയ്യണ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. വിളിച്ചിട്ടും പോരണമൊന്നും ഇല്ലാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഒരുവിധം അതാ പുറത്തേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അടുത്ത ദിവസത്തെ കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ മീനും ചെമ്മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ രാവിലെ ചെമ്മീൻ കറിയും വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചൂട വറുക്കാനുള്ളതൊക്കെ തേച്ച് വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഞാൻ എന്നിട്ട് വറുത്തതിൻ്റെ ശേഷം പിന്നെ അമ്മയ്ക്കുള്ള ചോറായിട്ട് കടയിലേക്ക് പോവുകയാണ് കേട്ടോ. ആദ്യത്തെ ഒരു ബാച്ച് വറുത്തെടുത്തിട്ട് ഞാൻ അമ്മയ്ക്കുള്ളതാക്കി വെച്ചിട്ട് കൊണ്ടുകൊടുക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ഇപ്പോൾ തന്നെ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. സീമോൾക്കാണെച്ചെങ്കിൽ ചെറുതായിട്ടൊരു പനിയുണ്ട്. അപ്പോൾ അവളവിടെ റൂമിൽ കിടത്തിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ അച്ചമ്മയ്ക്ക് ഫുഡ് കൊണ്ടുകൊടുക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി എത്ര വയ്യാച്ചെങ്കിലും അവിടെ നിന്ന് എണീറ്റ് വിട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് അച്ചമ്മയുടെ കടയിൽ പോയിരിക്കാൻ. കടയിൽ പോയിട്ട് പോണത് അച്ചമ്മേനെ കാണാനും ഇതിലൊന്നുമല്ല, എന്തെങ്കിലും മിഠായിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര വയ്യാച്ചെങ്കിലും എണീറ്റ് വരും. എന്താ ഞാൻ അടുത്ത ഭാഗം വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പോണത്. ചെറുപ്പടുണ്ടോ വണ്ടിയിലല്ലേ? നല്ല വെയിലാണ്, നല്ല വെയിലാണ്. ആര്യനും അമ്മയുടെ കൂടെ കടയിൽ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും ആര്യനും ഉള്ള ഭക്ഷണം കൊണ്ടുകൊടുത്ത് വന്നിട്ട് ഇതാ ഞാനും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കൊണ്ടു കൊടുത്തു പോന്നു. വേറെ കടയിൽ കയറാനും ഒന്നിനും നിന്നില്ല കേട്ടോ. പിന്നെ കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ സേമോൾക്ക് മിഠായി വേണോ അങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് വാശി പിടിക്കും. എന്താ ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടിക്ക് കഴിക്കാനൊന്നും തീരെ താല്പര്യമില്ല. അപ്പോൾ അമ്മ മാങ്ങാക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാമ തരട്ടെ? മാമു ഇഷ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കറി. കഴിച്ചോക്ക്.